ഹൃദ്രോഗികളും രക്തസമ്മർദ്ദമുള്ളവരും നോമ്പിനോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത്? വളരെ ഒരു പ്രത്യേക ശ്രദ്ധയോടെ നിൽക്കേണ്ട ആൾക്കാരാണ് ഇത്തരം ആൾക്കാർ. ഈ സമയത്തുണ്ടാവുന്ന റിസ്കുകൾ എന്തൊക്കെയാണ്? ഒന്ന്, നിർജ്ജലീകരണം, രക്തസമ്മർദ്ദത്തിലുള്ള ഫ്ലക്ച്വേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കാനുള്ള സാധ്യത, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറയും. ഇലക്ട്രോലൈറ്റിൻ്റെ സന്തുലിതാവസ്ഥയിലുള്ള വ്യത്യാസം, സോഡിയത്തിൻ്റെ അളവ് കുറഞ്ഞു പോവുക, പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോവുക, ഇതുപോലുള്ള ഉണ്ടാവാനുള്ള സാധ്യത. സ്റ്റേബിളായിട്ടുള്ള ഒരു രോഗിക്ക് ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനോട് കൂടി നോമ്പെടുക്കാം. പക്ഷേ താഴെ പറയുന്ന എന്ത് ലക്ഷണം കണ്ടാലും പെട്ടെന്ന് തന്നെ നോമ്പ് മുറിക്കേണ്ടതാണ്. നെഞ്ചുവേദന അനുഭവപ്പെടുകയാണ്, ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയാണ്, മിടിപ്പുകൾ വല്ലാതെ കൂടി വരുന്നൊരു സാഹചര്യമാണ്, തലകറക്കം, കുഴഞ്ഞു വീഴുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നോമ്പ് മുറിക്കേണ്ടതാണ്. ഒരു കാരണവശാലും നോമ്പ് എടുത്തത് ഒരു ഹൃദയാഘാതം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നോമ്പ് തന്നെ അപകടകരമായി മാറും. പ്രത്യേകിച്ച് ഇൻഫർമേഷനൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് നോമ്പെടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ നോമ്പിന് സ്പിരിച്വലായിട്ട് കിട്ടുന്നൊരു ബെനിഫിറ്റ് കൂടി ഇല്ലാതാക്കും എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കാം.